ഞാൻ വീട്ടിലില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയാവില്ല, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും, ഭർത്താവിൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും, അല്ലെ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും. ഇങ്ങനെ ചിന്തിക്കുന്നത്, ഞാനില്ലെങ്കിൽ ലോകം മുമ്പോട്ട് പോവില്ല, ഞാനില്ലെങ്കിൽ നാളെ ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർ വളരെ പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു പരിധിവരെ അവർ വളരെ റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതിൻ്റെ ലോങ് റണ്ണിൽ അതിൻ്റെ ഫലം പലപ്പോഴും നെഗറ്റീവായിട്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൊളാപ്സ് ആകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ രൂപാന്തരപ്പെടുത്താതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഞാൻ ചെയ്തില്ലെങ്കിൽ ഒന്നും ശരിയാവത്തില്ല, എനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം മനുഷ്യർ ഈ ലോകത്തുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള പേരൻസ് കുട്ടികളെ പ്രോപ്പറായിട്ട് വളരാനും ഡെവലപ്പ് ചെയ്യാനും റെസ്പോൺസിബിൾ ആകാനും സ്കിൽഫുൾ ആകാനും ഒന്നും അനുവദിക്കത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തില്ലേ ഒന്നും ശരിയാകത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ അങ്ങ് ചെയ്യുകയും കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും അവർക്ക് വിട്ടുകൊടുക്കാതിരിക്കുകയും അവർക്ക് തീരെ ഉത്തരവാദിത്തങ്ങളില്ലാതെ പോവുകയും നൈപുണ്യങ്ങളില്ലാതെ പോവുകയും ഒക്കെ ചെയ്യുന്ന അവസരങ്ങളുണ്ട്. അപ്പം ഇത് പലപ്പോഴും ഒരു രോഗാവസ്ഥയാണ്. കാരണം അതൊരു ആവശ്യമില്ലാത്ത പ്രവർത്തനമാണ്. നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒന്നും ശരിയാവുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആകുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അമ്മയാണെന്ന് വിചാരിക്കുക, എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലായാലും വീട്ടിലെ ജോലികൾ ചെയ്യുന്ന കാര്യത്തിലായാലും ഓഫീസിലെ എല്ലാ കാര്യങ്ങളും, അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ട് അമിതമായി സ്ട്രെസ് ചെയ്ത് അതെല്ലാം കുഴപ്പത്തിലാക്കും. കാരണം അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് ആവുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. വളരെ പോസിറ്റീവായിട്ട് നമുക്കതിനെ എടുക്കാം. ഞാനെല്ലാം നന്നായിട്ട് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മളെല്ലാം നല്ലതായിട്ട് ചെയ്യുന്നു, കുഴപ്പമില്ല, ആ ഒരു ലെവൽ വരെ കുഴപ്പമില്ല. പക്ഷെ ഞാനല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് അത് ഉയർന്നു കഴിഞ്ഞാൽ അത് നിങ്ങളെ കണ്ടമാനം സ്ട്രെസ്ഡ് ആക്കുകയും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരെയും അത് സ്ട്രെസ്ഡ് ആക്കുകയും ചെയ്യും. കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവരിലും ആ സ്ട്രെസ് ഉണ്ടാകുന്നു. അത് ഓഫീസിലായാലും വീട്ടിലായാലും കുടുംബത്തിലായാലും എല്ലാം അതിൻ്റെ ദോഷഫലങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് കഴിവതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടെന്നല്ല, എല്ലാം ഭംഗിയായിട്ടും ചെയ്യണം. പക്ഷേ എന്നാലും അതിനൊക്കെ ചില ലിമിറ്റുകളുണ്ട്, അതിനൊക്കെ ചില പരിധികളുണ്ട്. ആ പരിധി എവിടെ വരെയാണ്? അത് കുട്ടികൾക്കൊക്കെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രായമാകുമ്പോൾ അവർക്ക് വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഞാനൊരു പേരൻറ്റിനോട് ചോദിച്ചു, മോള് കാപ്പിയൊക്കെ ഇടുമോ? അയ്യോ, അവൾ ഗ്യാസ് ഒന്നും അവളെ കൊണ്ട് ഞാൻ തൊടിയിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞാൽ, ഈ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇപ്പോൾ ഒരു സ്റ്റൗ ഓൺ ചെയ്യുന്നതൊക്കെ എന്തോ വലിയ അപകടമാണെന്ന് ചിന്തിക്കുന്ന ഒരു പേരൻ്റ് ഉണ്ടെങ്കിൽ രണ്ട് തരത്തിലാണിത് കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന്, കുട്ടികൾ റെസ്പോൺസിബിൾ അല്ലാതെ ആയി മാറാൻ സാധ്യതയുണ്ട്, സ്കിൽഫുൾ ആകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല, അവർക്ക് അത്ര ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ ക്ഷീണിച്ച് നമ്മൾ വരുമ്പോൾ പോലും നമുക്കൊരു കാപ്പി ഇട്ട് തരാനോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാനോ ഒന്നും അവരെ നമ്മൾ ആശ്രയിക്കാതിരുന്നാൽ അവരിലൊരു ഇൻ്റർ ഡിപ്പെൻഡൻസി ഉണ്ടാവാനും അവരിലൊരു ക്വാളിറ്റി പേഴ്സണാലിറ്റി ഉണ്ടാവാനും ഒക്കെ ഇത് തടസ്സമാകും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പല വീട്ടിലും ഈ ഭർത്താക്കന്മാർ പലരും ഭയങ്കര മടിയന്മാരും അല്ലെങ്കിൽ വീട്ടിലെ ഒരു കാര്യത്തിൽ ഇടപെടാത്തവരുമാണ്. അവരോട് ചോദിക്കുമ്പോൾ എനിക്കൊരു അവസരം കിട്ടിയാലേ ഇടപെടാൻ പറ്റുള്ളൂ, എല്ലാം അവളങ്ങ് ചെയ്യുകയാണ് എന്ന് പറയുന്ന അതുപോലുള്ള ഭർത്താക്കന്മാർ തിരിച്ചുകൊണ്ട്. ഇതിനകത്ത് ജെൻഡറൊന്നും വലിയൊരു ഫാക്ടറല്ല. പലപ്പോഴും സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും പ്രായോഗിക തലത്തിൽ കാണുന്നത്. അത് ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമ്മളെ ചിലയിടത്തൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിർത്തുന്നത് ഒത്തിരി നന്നായിരിക്കും. നമ്മൾ ഒന്ന് ലിമിറ്റ് ചെയ്ത് നിന്നുകൊണ്ട് നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ഒന്ന് നോക്കിയാൽ മതി. മറ്റുള്ളവരും കൂടെ ചെയ്യട്ടെ, മറ്റുള്ളവരെയും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കുമ്പോഴാണ്, പിന്നെ ഈ ഒരു പാർട്ടിസിപ്പേഷനും എൻഗേജ്മെൻറ്റും ഇൻവോൾവ്മെൻറ്റും ഒക്കെ വരുമ്പോഴാണ് ഇമോഷണലായിട്ടും കൂടുതൽ അടുക്കുന്നത്, കൂടുതൽ അവസരങ്ങൾ ട്രാൻസാക്ഷൻസൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു. ഇങ്ങനെ എല്ലാം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അവിടെ കുട്ടികളായാലും ഭർത്താവായാലും അല്ലെ ഭാര്യയായാലും ഒക്കെ ആ സ്പേസിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൊണ്ട് അവിടെ കുടുംബജീവിതത്തിനുള്ള വലിയ സാധ്യതയും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംസ്കാരമാണ്. അവിടെ എല്ലാവർക്കും ഒരു റോൾ ഉണ്ടായിരിക്കണം, എല്ലാവർക്കും അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒന്നാണ് ഒരു നല്ല ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം ചെയ്യണമെന്നുള്ള വാശി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെ അതുകൊണ്ട് ഒരു ഗുണവും കുടുംബത്തിനുണ്ടാകുന്നില്ല. കുടുംബത്തിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വളരെ വീക്കാകുകയും റെസ്പോൺസിബിൾ ആകുകയും ചെയ്യുമെന്നുള്ളതാണ് വാസ്തവം.
അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഡെവലപ്മെൻറ്റിന് ഇത് ഒട്ടും നല്ലതല്ല. അവരെ ഓരോ പ്രായത്തിലും ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യം, കുട്ടികളെ അങ്ങ് ഇരുത്തി പഠിപ്പിക്കുന്ന പേരൻസ് ഉണ്ട്. ജോലിയുള്ള പേരൻസ് തന്നെയാണ് ഇത് പലപ്പോഴും കാണിക്കുന്നത്. അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അത്യാവശ്യം ഒരു ഫുഡൊക്കെ ഉണ്ടാക്കേണ്ട സമയം, കുളിച്ച് നനച്ച് സ്വസ്ഥമായിട്ടിരിക്കേണ്ട സമയം, എങ്കിലേ നമുക്ക് അടുത്ത ദിവസവും ജോലിക്കൊക്കെ സ്വസ്ഥമായിട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ അങ്ങ് ഹൈലി സ്ട്രെസ്ഫുൾ ആക്കിക്കൊണ്ട് കുട്ടികളെയെല്ലാം അങ്ങ് പഠിപ്പിച്ച് കളയാമെന്നൊക്കെ, അത്തരം കുട്ടികളാണ് ഈ പഠിത്തമൊക്കെ വെറുത്തു പോകുന്നത്. കാരണം നമ്മൾ സ്ട്രെസ്ഫുള്ളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആ പഠനം തന്നെ വെറുത്തു പോകും. അതിലും നല്ലത് നമ്മൾ ഒന്നുമില്ലാതെ വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ സ്വന്തമായിട്ട് പഠിക്കാൻ ചെറിയ പ്രായം മുതലേ പിന്നെ അവസരം നൽകുക. അപ്പോൾ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ 99 ചിലപ്പോൾ കിട്ടത്തില്ല, വേണ്ട 70 ഏറ്റവും നല്ലത്. എല്ലാവരും സ്വന്തമായിട്ട് പഠിക്കുന്ന, അല്ലെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്ന ഒരു 70 മാർക്കിന് ഈ ട്യൂഷനും കോച്ചിങ്ങും നമ്മുടെ സ്ട്രെസ്സും എല്ലാം കൂടെ കൊടുത്തുണ്ടാക്കുന്ന 99-നേക്കാളും ക്വാളിറ്റി കാണും. കാരണം ആ കുട്ടിക്ക് സ്വന്തമായിട്ട് പഠിക്കാനറിയാം, ആ കുട്ടിയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് ആ കുട്ടിക്ക് അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബാത്റൂം കഴുകുന്ന കാര്യത്തിലായാലും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ടിടുന്ന കാര്യത്തിലായാലും, ഒരു ഗസ്റ്റ് വരുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന കാര്യത്തിലായാലും, എല്ലാവർക്കും ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കുമ്പോൾ ആ ഫാമിലി അവർ സമഗ്രമായി വളർന്നു വരും, എല്ലാവരും ഡെവലപ്പാകും. അത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൂടെയുള്ളവരും ഡെവലപ്പ് ആകുന്നുണ്ടോ, കൂടെയുള്ളവർക്കും അതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പാർട്ടിസിപ്പേഷനൊക്കെ വരുമ്പോഴാണ് ഒരു ഇമോഷൻസൊക്കെ അതിനകത്ത് വരുന്നത്. അത്തരത്തിലുള്ള അവസരങ്ങളെ നിഷേധിച്ചുകൊണ്ടുള്ള അമിതമായ പ്രവർത്തനം നല്ലതല്ല. ഈ അടുത്തിടെ ഞാൻ ഒരു ഒറ്റ മകനുള്ള ഒരു പേരൻറ്റിനെ കണ്ടു. ആ ഒറ്റ മകനെ കൊണ്ട് ഒന്നും ചെയ്യിക്കുന്നില്ല, ആ ഒറ്റ മകന് വേണ്ട എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുകയാണ്. അതിനോട് ആ കുട്ടിക്ക് ജീവിതത്തെ പറ്റി ആ കുട്ടി എന്താണ്, കുറേ വസ്തുക്കളെ പോലെ മനുഷ്യരെ കാണുന്ന ആൾക്കാരാണ്, ഒരു ഇമോഷനും ഇല്ല. എല്ലാം ഇങ്ങനെ അനുഭവിച്ച് അങ്ങ് പോവുകയാണ്. അല്ലാതെ ആ കുട്ടിക്ക് ആ വീട്ടിൽ യാതൊരു റോളും ഇല്ല, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് കൂടുതൽ സ്ക്രീൻ ടൈമിലേക്ക് പോകുന്നു, കൂടുതൽ സമയം ചാറ്റ് ചെയ്തിരിക്കുന്നു, ഒരു താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഇല്ല, സന്തോഷമില്ല. കാരണം എപ്പോഴും കാണുന്നത് എല്ലാം ചെയ്തു തരുന്ന ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്മയാണ്. പക്ഷേ അപ്പൻ എന്താണ്, ഒറ്റ മകനുള്ളൊരു വീടായിട്ട് പോലും ആ അപ്പൻ നേരത്തെ വരില്ല. ആ അപ്പൻ കഴിവതും വീട്ടിൽ വളരെ ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പം ഞാൻ അപ്പനോട് സംസാരിച്ചപ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്നാലും എനിക്ക് അവിടെ ഒരു റോളും ഇല്ല, ഞാനവിടെ ചെന്ന് കഴിഞ്ഞാലും കാണുന്ന എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുള്ളായിട്ട് നടക്കുന്ന ഒരു ഭാര്യയാണ്. അവൾക്ക് സന്തോഷവും ഇല്ല, അവൾക്ക് ചിരിയുമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണ്, ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഭർത്താവിനും ഒരു സന്തോഷമില്ല, കുട്ടിക്കും ഒരു സന്തോഷമില്ല. അപ്പോൾ നമ്മൾ ഞാൻ ആ സ്ത്രീയുമായിട്ട് കൂടുതൽ സംസാരിച്ചപ്പോൾ ആ സ്ത്രീ തന്നെ തിരിച്ചറിഞ്ഞൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവരാവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവന്നാൽ എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ആവുകയും എല്ലാവരും അതിനകത്ത് കുറേയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒരു കുടുംബം എന്ന ഒരു മനോഹരമായ അവസ്ഥ രൂപപ്പെടും. നമുക്കതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാവർക്കും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, എല്ലാവർക്കും ഒരു പാർട്ട്ണർഷിപ്പ് അതിനകത്തുണ്ട്, എല്ലാവർക്കും ഒരു സ്റ്റേക്ക് ഉണ്ട്. എല്ലാവർക്കും അത് കൊടുക്കുക, അത് എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. അതിന് ഇച്ചിരി ഇംപെർഫെക്ഷനൊക്കെ വരട്ടെ, ആ ഇംപെർഫെക്ഷൻ തന്നെയാണ് അതിൻ്റെ ബ്യൂട്ടി. എല്ലാം അങ്ങ് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുന്നത് ഒരു ഗുണമില്ലാത്ത കാര്യമാണ്. എന്നാൽ എല്ലാം നന്നായിട്ട് ചെയ്യണമെന്നുള്ള ഒരാളുടെ ഉദ്ദേശത്തെയും ഒരാളുടെ പ്രയത്നത്തെയൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, പെർഫെക്ഷനിസം ഒരു പരിധി വരെ, അല്ലെങ്കിൽ എല്ലാം മനോഹരമാക്കാനുള്ള ആ തൃഷ്ണയും ആ ആർത്തിയും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതും പലപ്പോഴും അതിൻ്റെ വിപരീത ഫലമായിരിക്കും അതിനെ ഒരു ലോങ് റണ്ണിൽ സംഭവിക്കുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ഫാമിലി ടൈം. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും ഹാപ്പിനെസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഓൾ.